ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ആണ്. 24 hours ഫ്രോസൺ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ഫ്രോസൺ ഫുഡ് എന്ന് വെച്ചാൽ എന്തോ അമ്മ വിചാരിക്കുന്ന പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന ഫുഡ്. അതിപ്പോ നമ്മുടെ നഗറ്റ്സ്, അതുപോലെ ചിക്കന്റെ ബ്രോസ്റ്റ് ഒക്കെ ഫ്രീസ് ചെയ്തതുണ്ട്, അതൊക്കെ കഴിക്കുന്നതാണ്. ഇപ്പൊ ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമ്മളത് ചൂടാക്കി കഴിക്കാൻ പറ്റുമോ? അങ്ങനല്ല, ഐസ്ക്രീമിനകത്ത് വരത്തില്ല. അത് നമുക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റും. ഇപ്പം മോമോസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണ്ടേ? തണുപ്പോടല്ലോ തീറ്റിക്കുന്നത്. അല്ല, അതെടുക്കുക, നമ്മളെല്ലാം കുക്ക് ചെയ്ത് തണുത്ത സാധനങ്ങളെല്ലാം കുക്ക് ചെയ്ത് കഴിക്കും. മനസ്സിലായി, എത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റം എന്ന് ആദ്യം നോക്കാം. ബാ, കമോൺ. തുറന്നു നോക്കിയായിരുന്നാ? ഇല്ല. വേണ്ട, കണ്ട ഇരിക്കുന്ന എന്തൊക്കെയാ ഇത്? മറ്റേ കബാബാണ്. ചിക്കൻ ഹോട്ട് ആൻഡ് സ്പൈസി സീ കബാബ്. ചിക്കൻ ഇങ്ങനെ ഉരുട്ടിയിട്ട് കമ്പി കുരുത്തിട്ട് ഇങ്ങനെ ചുട്ട് ഇങ്ങനെ കഴിക്കൂലേ? ഇത് ഞാൻ കഴിച്ചിട്ടില്ലേ? ചിക്കൻ കബാബ് ഉണ്ട്. പിന്നെ മസാല ഫ്രൈസ്. ഇതിപ്പോ രാവിലെ കഴിക്കുന്നതാണോ? ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഉഴുന്നോടെ? ഇത് ഉഴുന്നോടെ? അത് ഓണിയൻ റിങ്സാ. വേണ്ടേ? ഉള്ളിന്റെ ഇതില്ലേ, പൊരിപ്പ്. ഉള്ളി വടയല്ല, ഓണിയൻ റിങ്സ്. ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ അമ്മ? ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സ്, കൈ, ചിക്കന്റെ കൈ, ബ്രോസ്റ്റിന്റെ. ഇതെല്ലാം റെഡി ടു ഫ്രൈ ആണ്. ഇത് അതുപോലെ എടുക്കുക, ഒന്നും ചേർക്കണ്ട. അപ്പം ഇതില് അമ്മക്ക് ഇപ്പൊ കഴിക്കാൻ തോന്നുന്ന ഏതാന്ന് വെച്ചാ എടുത്തോ. ഫ്രഞ്ച് ഫ്രൈസാ. ഫ്രഞ്ച് ഫ്രൈ ഒരു ഐറ്റം കൂടെ എടുത്തോ. രണ്ടെണ്ണം എടുക്കാം. നഗറ്റ്സാ. അപ്പൊ 2 ഐറ്റം എടുത്തിട്ടുണ്ട്. അമ്മയുണ്ടോ സെലക്ട് ചെയ്യുന്ന ആള്? അമ്മയ്ക്ക് ഏതാ വേണ്ടത്? ഇത് രണ്ടും തിന്നാം. ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഫ്രൈസ് ആണ് കേട്ടോ. ഇത് ഫ്രഞ്ച് ഫ്രൈസിന്റെ സെയിം സാധനം തന്നെ, ഫ്ലേവർ വ്യത്യാസമുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ചീസി നഗറ്റ്സും ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ എളുപ്പമില്ലേ? ഇന്നത്തെ ചലഞ്ച് പാടില്ല. അതാ, വേറെ ഒന്നും കുക്ക് ചെയ്യണ്ട, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം പാക്കറ്റ് ആയതുകൊണ്ട് പൊട്ടിച്ചങ്ങോട്ട് ചൂടാക്കി കഴിക്കാം. ഇങ്ങനത്തെ ചലഞ്ചൊക്കെ കൊണ്ടുവന്ന കേട്ടോ. ഇതല്ലേ രസം? ഇതാ രസം. അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും ഫസ്റ്റ്. നല്ല മസാലേന്റെ മണം. വേവിച്ചണക്ക് ആവി ഇറങ്ങുന്നു. ഐസ് ഉണ്ട്, വെള്ളം. നഗറ്റ്സ് ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ കയറ്റി ഇങ്ങനെ ഐസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. പക്ഷെ നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യണം. ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ് സംഭവം അങ്ങനെ ആഡ് ചെയ്യത്തില്ല. ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ -18 ഡിഗ്രിയിൽ സാധനങ്ങൾ കേടാവത്തില്ല. ഇത് നമുക്ക് ചോറിന്റെ പാക്കറ്റ് ഒക്കെ കിട്ടും, ബിരിയാണിന്റെ കിട്ടും പാക്കറ്റ്. അത് ബിരിയാണി അത് വെള്ളത്തിയിട്ട് ചൂടാക്കുന്ന അത് വേറൊരു ടൈപ്പ് സാധനം. അത് ഡ്രൈ അല്ലേ? ഏറ്റവും ഡ്രൈ ചെയ്ത് വെച്ചാലും നശിക്കില്ല സാധനങ്ങള്. അതല്ലേ നമ്മൾ അച്ചാറിടുമ്പം പൊരിച്ചിട്ട് ഇടുമ്പോഴത്തേന് കുറച്ചാളൂടെ നിൽക്കും. കാരണം അതിനകത്ത് വെള്ളത്തിന്റെ അംശമില്ല. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഫ്രീസ് ചെയ്ത് വെക്കുക. തുടങ്ങി ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോണ്ടല്ലേ ആദ്യം ഐസൊക്കെ ഞങ്ങളിവിടെ ആദ്യം ഞങ്ങളുടെ വീട്ടില് ഫ്രിഡ്ജ് ഇല്ലായിരുന്നേ. അപ്പോഴത്തേനും അമ്മാമേന്റെ അവിടെ ഫ്രിഡ്ജ് ഉണ്ട്. സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കും. എന്തിനാണെന്നറിയാം? ഈ ഐസ് തിന്നാൻ വേണ്ടിട്ട്. എന്നിട്ട് ഈ ഐസ് കട്ടക്കകത്ത് പാലൊഴിച്ചിട്ട് പഞ്ചാര ഇട്ടിട്ട് അതിനകത്തൊരു ഈർക്കിൽ കുത്തിയേക്കും. അപ്പൊ ഇല്ല, കമ്പൈസ് കണക്ക് തിന്നോണ്ടടക്കും. പിന്നെ ഫ്രിഡ്ജ് ഇവിടെ മേടിച്ചപ്പോ പിന്നെ ദിവസം ഐസ് ഉണ്ടാക്കോ ഷാർജ അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിന്റെ ഒന്നും ഒരു ഫീൽ അറിയത്തില്ല. ഈ ഫ്രിഡ്ജൊക്കെ വീട്ടിലുള്ളതിന്റെ ഒരു ഫീൽ അറിയില്ല. കാരണം തൊട്ടുണ്ടല്ലോ. നമ്മളെന്ന് പറയുന്ന സംഭവം, നമുക്ക് പണ്ട് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു. അപ്പൊ പുതിയൊരു സാധനം കിട്ടുമ്പോഴത്തേന് ഇത് സൂപ്പർ സാധനമായിരിക്കും കേട്ടോ. ഇതിന്റെ അകത്ത് ചീസ് ഉണ്ട്. വേണ്ടമ്മ, ഇത് പൊട്ടിക്കുമ്പോഴേ അകത്തു നിന്നില്ല സാധനം ഇങ്ങനെ ഇറങ്ങി വരും. ഇങ്ങനെ വരുമോ? ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. ചീസ് മറ്റേ നമ്മള് അതിന്റെ അകത്തൊരു അരക്കുണ്ടല്ലേ, അരക്കുന്നു. അമ്മക്ക് അതൊക്കെ അറിയത്തുള്ളൂ. അരക്ക് പോലെ ഇങ്ങനെ വലിയുന്ന സാധനം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതുകൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നഗറ്റ്സ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. വേണ്ട മസാല ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, ചീസി നഗറ്റ്സും സെറ്റാണ്. നമുക്ക് കഴിക്കാം.
കഴിക്കാം. ഫസ്റ്റ് അമ്മയ്ക്ക് ഏതാ വേണ്ടത്? ഇത് തിന്നോക്ക, ഇത് തിന്നിട്ടില്ലല്ലോ, ഇത് കഴിച്ചിട്ടില്ലല്ലോ. പൊളിച്ചു നോക്കിയേ. അതേ കണക്ക് ആവുന്നു, ആ പടം കൊടുത്തേക്ക് കണക്കാവുന്നു. അതിനകത്ത് എന്തൊക്കെയോ കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടാ. എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്. കഴിവോ? കിഴങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നിനകത്തല്ലേ. കൊള്ളാല്ലേ? ഇതിനകത്ത് കിഴങ്ങുണ്ട്, കിഴങ്ങ്, പൊട്ടറ്റോ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. ഭയങ്കര മസാലേൻ്റെ ഫ്ലേവർ ഒന്നുമില്ല, പെപ്പറാണ് കേട്ടോ, പക്ഷെ വലിയ ഫ്ലേവർ ഇല്ല. കൊള്ളാം. രാജാ കഴിച്ചോ. ബാ ഇനി ഉച്ചക്കലത്തെ ഫുഡ് എടു. അമ്മയാണ് ഫുഡ് സെലക്ട് ചെയ്യുന്ന ആള്. പക്ഷെ ബിരിയാണി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ. പക്ഷെ ബിരിയാണി കിട്ടിയില്ല. ഇത്രയിലുള്ള പാട് ഇങ്ങനെ നോക്കുക. ഇതാകുമ്പോ എളുപ്പമില്ലേ? എളുപ്പമാ. രാവിലെ കഴിക്കാനുള്ളത് ഇങ്ങോട്ട് വരിക, തുറക്കുക, എടുക്കുക, ചൂടാക്കുക, കഴിക്കുക. കൊച്ചു മേടിച്ച് ഫ്രിഡ്ജിന്റെ അകത്ത് കൊണ്ടുപോയി. ഇനി ഇത് ഇങ്ങനെ ചലഞ്ച് ചോദിക്കട്ടെ. ഇത് നല്ല സുഖമാ. ഇതെടുക്കാം. ഇതാ ഞാൻ നേരത്തെ എടുത്തത്. ഇതെടുക്കാം. കബാബും ഓണിയൻ ഡ്രിങ്ക്സ്. കബാബും ഓണിയൻ ഡ്രിങ്ക്സും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് റെഡിയാക്കാം. കബാബ് നമുക്ക് ഓവനിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് കബാബ് ഓവനിൽ സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇല്ല, ഓവൻ ഇതാക്കാൻ പഠിച്ചാ അമ്മ? ഇല്ല, അന്ന് നമ്മള് വെച്ചതേ ഉള്ളൂ. വേറൊന്നും ഉണ്ടാക്കിയില്ലേ? വേറൊന്നും ഉണ്ടാക്കിയില്ല. കറിയൊന്നും ചൂടാക്കിയില്ല? ഇല്ല, ഞാൻ അന്ന് നമ്മള് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചേക്കുക. വടി പോലെ ഇരിക്കുന്നില്ലേ എല്ലാം? അയ്യോ, എല്ലാം ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നു. വിറകമ്പ് ഇത് പിടിക്കാൻ പോലും വയ്യ, അത്രയും തണുപ്പ്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഈ തണുപ്പ് പോയാൽ ഇത് കേടാവും. തണുപ്പ് പോയാൽ നമുക്ക് ഇതിനകത്തോട്ട് നിരത്തി അങ്ങോട്ട് വെക്കാം. ആ, ഇതിനകത്തോട്ട് വെച്ചോ. ഓക്കെ ഗൈസ്, നമ്മുടെ കബാബ് അകത്ത് റെഡി ആവുന്നുണ്ട്. നമുക്കിനി ഓണിയൻ ഡ്രിങ്ക്സും കൂടെ ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. അപ്പോഴത്തേന് അത് സെറ്റാവും. ഇന്നത്തെ ചലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഒരു പണിയില്ലല്ലേ. ആടെ വട ഉഴുന്നോട് കണക്കിട്ട് കൊള്ളാല്ലേ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്തൊക്കെ സൈസ് ഫുഡല്ലേ. ഓണിയൻ ഡ്രിങ്ക്സ്, അതല്ല സവാള വരെ വിറ്റ് കാശാക്കുന്നതെന്നാ പൊരിച്ച് ഇല്ലേ. സവാള അരിഞ്ഞ് ഇച്ചിരി മാവും കൂട്ടി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച്. മേടിച്ച് തിന്നും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പഴങ്കഞ്ഞി ഫ്രോസൺ ഫുഡ് അല്ലേ? നിങ്ങൾ തലേ ദിവസം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു, തണുത്ത സാധനം അല്ലേ ആണ്. ചീനി പഴങ്കഞ്ഞി എന്ന് പറയുന്ന ഒരു ഫ്രോസൺ ഫുഡാണ്. തണുത്ത തൈര്, തലയിട്ട മീൻകറി, ഫ്രിഡ്ജ് വെച്ചത്. കറക്റ്റ് വട കണക്ക് ഉഴുന്നോട. ഞാൻ ഇതിന്റെ പടം കണ്ട ഉഴുന്നോട എന്ന് വിചാരിച്ചേ. അത് ഇത്രയും വലിയ ഓണിയൻ അല്ലേ. കബാബ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, അത് അവിടെ റെഡിയാണ്. അമ്മ മറ്റേ ഇല്ല മാൻ വിസിസ് വൈൽഡ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മള് കൊച്ചിലിരുന്ന് കാണുമ്പോ ഇത് കാണല്ലേ എന്ന് പറയത്തില്ല. മറ്റേ പാമ്പിനെ തിന്നുന്ന ഒരു പുള്ളി ഡിസ്കവറി ചാനലില്. അന്റാർട്ടിക്കയിലൊക്കെ പോകുമ്പോഴത്തേനും ഈ മൃഗങ്ങളൊക്കെ ചത്ത് കിടക്കും. അപ്പൊ നമ്മൾ അതിലേ കാണുമല്ലോ. അപ്പൊ പുള്ളി ഈ ഐസിനകത്ത് കിടക്കുന്ന സാധനം കേടാവൂല, ഇറച്ചി. പുള്ളി ഒത്തിരി നാള് ചത്ത് കിടക്കുന്നതിനെയൊക്കെ അതിന്റെ ഇറച്ചി എടുത്തിട്ട് കഴിക്കും. പുള്ളി പച്ചക്കൊക്കെ തിന്നും, പച്ചക്കും തിന്നും, കുക്ക് ചെയ്തും കഴിക്കും. അതായത് ഇപ്പൊ കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും എത്ര നാളായാലും എടുക്കാം. അത് മനുഷ്യനായാലും മൃഗമായാലും അവിടെ ഇരിക്കും. ഓണിയൻ ഡ്രിങ്ക്സ്, ഡ്രിങ്ക്സ് അല്ല റിങ്സ്. റിങ്സ് റിങ്. ഓണിയൻ റിങ് എന്ന് പറഞ്ഞാലും മതി. ഡ്രിങ്ക്സ് എന്ന് ഡ്രിങ്ക്സ് അല്ല, റിങ്സ്. റിങ്സ്, ഓണിയൻ റിങ്സ്. എനിക്കറിയാം, ഞാൻ പിന്നെ അമ്മ സത്യത്തിൽ നമ്മളെ തമാശയാക്കാൻ വേണ്ടി പറയുക. അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞൂടെ ഓണിയൻ റിങ്സ് എന്ന്? അമ്മയ്ക്ക് അറിയല്ലേ എന്ന് പറഞ്ഞാൽ ഓണിയൻ റിങ്സ് എന്ന് പറയാ. അത്രേ ഉള്ളൂ. ആദ്യം ഒരു വട്ടം, ഞാൻ വേറെ ഒന്നുമില്ല, ആദ്യം ഒരു വട്ടം പറയുമ്പോ ചിലപ്പോ തെറ്റും, പിന്നെ ശരിയാകും. തെറ്റും. ആ ഉള്ളിയുടെ മണം കണ്ട, കടുവറുക്കുന്ന മണം വരുന്നു. ഉള്ളിവടയുടെ മണം. സെറ്റ് സെറ്റ്. അമ്മ ടേസ്റ്റ് ചെയ്യാം. എടുക്ക അമ്മ, എടുക്ക്. കൊള്ളാവോ? ഒത്തിരി നാള് വെച്ചിരുന്ന ഫുഡാന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഇല്ല, അങ്ങനെ ഫീൽ ഇല്ലല്ലോ.
ഇതിൽ കൂടെ അമ്മയെ കാണാം. ഹാപ്പിക്കുട്ടാ, ഹാപ്പിക്കുട്ടനെ കാണാം ഇതിൽ കൂടെ. അയ്യോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പോടാ കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ്. തിന്നുമ്പോൾ ഉള്ളിയാന്ന് തോന്നുന്നില്ല, പക്ഷേ ഉള്ളി ഉണ്ട്. അതായിട്ട് പീസായിട്ടും ഉണ്ട്. ഇനി കബാബ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കബാബിനകത്ത് എന്തൊക്കെ ഇടുന്നതെന്ന് അറിയാമോ? ഇതിനകത്ത് ഉള്ളി ഇടും, മസാല, പിന്നെ ഇത് മല്ലിയിലയാണോ ചെറുപയറോ കറുത്ത നിറത്തി എന്താ ഇല എന്തോ ഇലയുണ്ട്. നല്ല മണം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും എന്തോ. കാരണം ഇത് ചിക്കനാണേ. കഴിച്ചോട്ടെ. എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്. എരിയുണ്ട്. എരിയുണ്ട്. നല്ല എരിവ്. മയാണോ? നല്ല ടേസ്റ്റ്. ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച സാധനം ഒന്നും തോന്നുന്നില്ല അല്ലേ? ഇതൊക്കെ എത്ര നാളായെന്നറിയാമോ? പിന്നെ പക്ഷെ നല്ല ഓയിലുണ്ട്. കറക്റ്റ് പാക്ക് ചെയ്ത് കറക്റ്റ് തണുപ്പിൽ വെച്ചിരുന്ന എത്ര നാളാണെങ്കിലും ഇരിക്കും. ഐ മീൻസ് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഫുഡിന്. എന്നാലും ഇതൊക്കെ എത്ര നാൾ മുമ്പ് ഉണ്ടാക്കി വെച്ചതാ. ഹാപ്പി ഭയങ്കര കുറച്ചില്ല. നമുക്ക് ഒരെണ്ണം കൊടുക്കും. എന്നാ ഉണ്ടോ? പോയി സമാധാനമായി അവന്. ഒരെണ്ണം കൊടുത്താടാ. ഞാൻ ഒരെണ്ണം കൊടുത്തു. കൊണ്ടുപോട്ടു. ആർത്തിപ്പണ്ടാരം എത്ര തിന്നാലും ഇനി ചോദിക്കൂലല്ലേ. പോട്ട് ഇന്നില്ലെങ്കിൽ നോക്കിക്കോ നീ. അല്ലാതുണ്ടെങ്കിൽ മെനക്കെടാ. ചിക്കൻ അരിയണം, വെജിറ്റബിൾ ആഡ് ചെയ്യണം, മസാല മിക്സ് ചെയ്യണം, പിന്നെ ആ കമ്പിനകത്ത് എടുത്ത് ചുറ്റി. അമ്മ അവൻ തിന്നമ്മ അത് തിന്നു. അത്ര വരെ തിന്ന് തീർന്നാ. അടുത്തതിന് വന്നിരിക്കുന്നു. ഇവനെ ഈറ്റിംഗ് ചലഞ്ചിൽ ഇരുത്തണം. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കുമ്പോഴത്തേന് വരാം. ഹേ ഗൈസ്, അങ്ങനെ നേരം പരപര ഇരുട്ടിയിരിക്കുകയാണ് അല്ലേ? ഡിന്നർ കഴിക്കണ്ടേ? കഴിക്കാം. അത്താഴത്തിന് എന്തരാണെന്ന് പറ. ഇത് ബ്രോസ്റ്റഡ് ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സ്. ഇത് ചിക്കൻ മോമോസ്. മോമോസ് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ ഇവിടെ? നമ്മൾ ഉണ്ടാക്കി ചിക്കന്റെ മോമോസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി. ഈ മോമോസ് ആവി കയറ്റുന്നില്ലേ? ആവിയും കയറ്റാൻ ഫ്രൈയും ചെയ്യാം. നമുക്കിത് ഓവന് വെക്കാം. ഇനി ഓവൻ ഉണ്ടല്ലോ, നമുക്ക് അതിൽ വെക്കാം. അപ്പൊ ഇത് എല്ലാം ഓവന്റെ ഉണ്ടല്ല. ഇനി അത് പൊട്ടിത്തെറിക്കുന്നത് വരെ അതിനകത്തായി. ഇതും അങ്ങ് റെഡിയാക്കാം. രണ്ടും ഒരുമിച്ച് അങ്ങ് ആവുമല്ലോ. ഇത് ചൂടുവാണോ? ചൂടാനോ? അല്ല, ഇത് പൊരിച്ചെടുക്കാം. എണ്ണ പൊരിച്ചെടുക്കാം. ഓക്കെ, ഇത് വെക്കുക. ഇത് ആവി സെറ്റായിട്ട് ഇരിക്കുന്നു കേട്ടാ. പക്ഷെ ഇത് കുറച്ചു നേരം പുറത്ത് വെച്ചേ ഉള്ളൂ. അതിന്റെ ഒരു ടെക്സ്ചർ മാറുന്നു പുറത്തോട്ട് എടുത്തപ്പോൾ. ഇതൊരു 10-15 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. മോമോസ് റെഡിയാവും കേട്ടോ. ഇനി നമുക്ക് ബോൺലെസ് ചിക്കൻ സ്ട്രിപ്സ് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ കൈ തണുത്ത് ഉറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഇടുമ്പോഴേ ഇല്ല, ഫ്രൈ തിളച്ച് വരുന്നില്ല. കാരണം ഇത് തണുത്തതായതുകൊണ്ട് അങ്ങനെ വരത്തില്ല. അച്ഛനും എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രോസൺ ഫുഡ് ചലഞ്ചാണ്. തണുത്ത ഭക്ഷണം അതിപ്പോ ചൂടാക്കിയത് റെഡിയാക്കിയതാ. അതായത് ഇപ്പം ഇതെങ്ങനെ ഞാൻ പറഞ്ഞു തരും. ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി കോരി നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് അപ്പൊ അത് കേടാവായിരിക്കല്ലേ ഫ്രിഡ്ജ് വെക്കുന്ന. മനസ്സിലായോ? എന്നിട്ട് അത് രാവിലെ എടുക്കുമ്പോ അത് ഫ്രോസൺ ഫുഡാണ്. പിന്നെ നമ്മളത് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കുക്ക് ചെയ്ത് കഴിച്ചതായി. അതുപോലെ തന്നെ ഇതിപ്പോ നമ്മള് ചൂടാക്കിയതാ. അതായത് പഴകഞ്ഞി ഒരു ഫ്രോസൺ ഫുഡാണ്. കഴിച്ചു. പക്ഷെ അത് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾ കുക്ക് ചെയ്യണം. ഇതെന്ന് പറയുമ്പോഴത്തേന് ചിക്കൻ എല്ലാം ഹാഫ് കുക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചത് മോമോസാ. അതൊക്കെ ഒത്തിരി നാളായി ഉണ്ടാക്കിയിട്ട്. ഇതൊരു 3-4 മാസം മുമ്പ് ഉണ്ടാക്കിയതായി. ഇപ്പൊ വേറൊരു ഉദാഹരണം. ഇപ്പൊ നമ്മള് ഇല്ല, അച്ഛൻ മാൻ വിസസ് വൈൽഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല, പച്ചക്കൊക്കെ പാമ്പിനൊക്കെ തിന്നുന്ന പുള്ളി അന്റാർട്ടിക്കയിലൊക്കെ പോകുമ്പോൾ അവിടെ കിടക്കുന്ന ചത്ത് കിടക്കുന്ന ജീവികളുണ്ട്. അത് വേണേ എടുത്ത് തിന്നും. എന്തുകൊണ്ടാ? ഫ്രീസ് ആയിട്ടിരിക്കുന്ന സാധനത്തിൽ ബാക്ടീരിയ കയറത്തില്ലല്ലോ. അങ്ങനെ അതുപോലെ ഒരു ടെക്നിക്കാണ് ഇത്. ഇതിനകത്ത് വേറെ പ്രിസർവേറ്റീവ് ഇല്ല. അത് ഓരോരുത്തരുടെ ഇതാണെങ്കിൽ ഇരിക്കും. അച്ഛൻ നാളെ തൊട്ട് തിന്നു പോകും. ചിലപ്പോ നല്ല ഔഷധമായിരിക്കും. മമ്മൂസ് അല്ല ചാ, മോമോസ്. ഇത് മമ്മൂസ് എന്ന്. ഇതിന്റെ പേരാണ് മമ്മൂസ്. മതി. ടേസ്റ്റ് ചെയ്തു.
ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഒത്തിരി നാളത്തെ പഴക്കം തോന്നുന്നുണ്ടോ? പക്ഷേ ഇച്ചിരി തണുത്തു പോയാൽ അറിയാമെന്ന് തോന്നുന്നു. മോമോസ് എടുത്തോ? കൊള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഇത് കണ്ടപ്പോ വിചാരിച്ച് കൊള്ളത്തില്ലായിരിക്കും ഒന്ന് എടുത്തു വെച്ചപ്പോ. സ്മെല്ല് നല്ലതാ. നല്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, മല്ലിയിലയും. ജ്യൂസിയാ, ജ്യൂസി. കൊള്ളാം. അടിപൊളി. അതാ എനിക്ക് മോമോസ് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കോ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മള് എന്തിനാ പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല അല്ലേ? അത് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതും ഇരിക്കണേ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അത് ചൂടാക്കി എപ്പോഴേ കഴിക്കണം. ഇപ്പൊ ഏത് ഫുഡായാലും ഇത്ര ടെമ്പറേച്ചറിൽ നമ്മളത് ഫ്രീസ് ചെയ്ത് വെക്കുവാണെങ്കിൽ എത്ര നാള് വേണമെങ്കിലും ഇരിക്കും. പക്ഷെ നമ്മൾ പാത്രത്തിലൊക്കെ ഇട്ട് സാധനം ഇട്ട് അടച്ചു വെച്ചിരുന്ന അതൊക്കെ പോക്കാം, അതൊക്കെ പോകും. ഇതൊക്കെ പാക്കൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മള് കടലപ്പായസേ, നമ്മൾ ഓണത്തിന് കടലപ്പായസം വെച്ച ഓണം തീരുന്ന കുടിക്കും. അത് കഴിക്കും ഇല്ലേ? കുറച്ചെടുത്ത് കടലപ്പായസം മാത്രം. വേറെ അതായിരുന്നു ഫ്രോസൺ ഫുഡ് ചലഞ്ച്. നല്ല രസമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുപോലെ ഒത്തിരി പണിയൊന്നുമില്ല. ഫ്രിഡ്ജിൽ നിന്ന് ഇന്ന് രാവിലെ എന്തിനാണ് കഴിക്കേണ്ടത്? നേരെ ഫ്രിഡ്ജ് തുറക്കുക, ഇത് രണ്ടെണ്ണം കഴിക്കാല്ലേ, ഓക്കെ അതെടുക്കുക, വന്ന് ചൂടാക്കുക, കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് വൈകിട്ട് രസമുണ്ടായിരുന്നു, വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഏകദേശം അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.